Respected Chair, my beloved friend Riyaz Pulpetta sir, today's distinguished guest, one of the leading leader from Panakkad, Moin Ali Shihab Tangal, and other dignitaries on the days, and my beloved teachers, students, parents and all. ഇവിടെ ഞാനുണ്ട് എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നതിന് വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാവും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവൻ. ഇത് ഒരു കിളി പറഞ്ഞ കഥയാണ്. നേരം പുലരുമ്പോൾ ഒരു പ്രദേശത്ത് ഒരു കിളി ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ കിളിയുടെ മനോഹരമായ കൂവൽ കേട്ടാൽ മനസ്സിലാക്കും. ഒരു കാട്ടിൽ ഒരു കിളി ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാവും? കിളി ഇട്ടേച്ചു പോയ ഒരു തൂവൽ കണ്ടാൽ മനസ്സിലാവും. ഒരു വിദ്യാലയത്തിൽ ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കും? അവർ നടത്തിയ മനോഹരമായ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, അതിന് സാക്ഷ്യമാണ് ഈ സപ്ലിമെന്റ്. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ട് എന്ന് എങ്ങനെ ബോധ്യമാകും? അതും കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തോളമായി ആ സ്ഥാപനത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ കാൽപ്പാടുകൾ, ആ തൂവലുകളാണ് സത്യത്തിൽ ഈ സപ്ലിമെന്റ്. നിങ്ങൾ എല്ലാവരും ഈ സപ്ലിമെന്റ് ഒരു തവണയെങ്കിലും തുറന്നു നോക്കണം. കിട്ടാത്തവർക്ക് വേണ്ടി ഇത് ഇപ്പോൾ ലഭിക്കും. ഈ സപ്ലിമെന്റിലെ ഒരു ലേഖനമുണ്ട്, അതാണ് റിപ്പോർട്ട്. അൽ ഫാറൂഖ് വിദ്യയുടെ നവസൗരഭം. ഒരിക്കലും ഞാൻ വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ല. പക്ഷേ അതിൽ ആദ്യത്തെ ഒരു 4 വരി ഒരു ചെറിയ കവിതാംശമാണ്. വിദ്യാഭ്യാസം വെളിച്ചമാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അത് ചിന്തക്കുള്ള ചിറകും ഭാവിയിലേക്കുള്ള വാതായനവും വെളിപാടിന്റെ സുഗന്ധവുമാണ്. വരും ഞാൻ അവർക്കായി വഴിക്കൊക്കെ ഒരു നറും മൺ ചിരാതെങ്കിലും വെച്ചു പോകാം. അതാണ് എൻ്റെ മോഹം, അതാണ് എൻ്റെ ദാഹം, അതാണ് എൻ്റെ ജീവന്റെ ശക്തിപ്രവാഹം. ഈ ഹ്രസ്വമായ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ആവില്ല. ഒരു വെളിപാടായി, ഒരു കൈത്തിരി വെട്ടമായി അല്പസമയത്തേക്ക് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളത് മഹാഭാഗ്യമാണ്. മുമ്പിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ലെന്ന് എന്നാണ് ഒരു അധ്യാപകന് മനസ്സിലാവുക? അന്ന് ആ അധ്യാപകൻ ആ സ്ഥാപനത്തിന്റെ പടിയിറങ്ങണം എന്നാണ് പറയാറ്. മറിച്ച് മക്കളെ ചേർത്ത് പിടിക്കാനും അവരെ കൂടെ നിൽക്കാനും അവരുടെ നോവുകളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങാനും സാധിക്കുമ്പോഴാണ് അധ്യാപകനായി മാറുക. ആസ് എ പ്രിൻസിപ്പൽ, ഐ തിങ്ക് ഐ ആം ഓൾവേസ് സ്റ്റാൻഡിങ് വിത്ത് മൈ സ്റ്റുഡൻസ്. 4 ദിവസം മുമ്പ് 4ാം ക്ലാസ്സിൽ നടന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആസ് എ പ്രിൻസിപ്പൽ ഐ ആം വെരി ഫ്രണ്ട്ലി വിത്ത് മൈ സ്റ്റുഡൻസ്. ഭയവും സ്നേഹവും ഒരിക്കലും ഒരുമിച്ച് വാഴൂല എന്നാണ്. അത് ബാപ്പയായാലും ഉമ്മയായാലും പഴയ കാലത്തൊക്കെ അടിച്ചിരുത്തി പേടിപ്പിച്ച് നമ്മൾ കാര്യം സാധിക്കുമായിരുന്നു. പക്ഷേ സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്വേഷത്തെ നീക്കിയിട, സ്നേഹം നീക്കിയിടും ഓർക്കുന്നു. സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒന്നും ദുനിയാവിലില്ല. അധ്യാപന ജീവിതത്തിലും ആ സ്നേഹത്തിന്റെ, ആ സാന്ത്വനത്തിന്റെ, ആ ചേർത്ത് പിടിക്കലിന്റെ, ആ തലോടലിന്റെ മന്ത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചൊല്ലാറ്. As a principal, I'm always giving opportunity to my students to open their heart. അവരെ മനസ്സ് തുറക്കാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ 4 ദിവസം മുമ്പ് 4ാം ക്ലാസ്സിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി. ഇൻഡിസിപ്ലിൻ ഇഷ്യൂ എന്ന് പറയാം. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു, സാറേ വന്നിട്ട് 4 ചീത്ത പറയും. ഞാൻ ചീത്ത പറയാൻ വേണ്ടി ക്ലാസ്സിൽ പോയി. ആ മക്കളെയൊക്കെ കണ്ടു. അവരെന്തോ പേടിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി നേരത്തെ എന്നോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നു, സാറേ ഒറ്റ കാര്യമുണ്ട്, ടീച്ചറോട് വന്ന് ഞങ്ങൾ ചീത്ത പറയരുത് എന്ന് പ്രത്യേകം പറയണം.
ആ ഒരു വാക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയി. ഞാനൊരു ഏതാണ്ട് 10 മിനിറ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ സംഭവങ്ങൾ. അധ്യാപകന്റെ ഉത്തരവാദിത്വം, കുട്ടിയുടെ ഉത്തരവാദിത്വം, നിങ്ങൾ രക്ഷിതാക്കള് അമ്മിഞ്ഞ പാലൂട്ടി മക്കളെ പോറ്റി ആ മടിത്തട്ടിൽ ഉറക്കി കിടത്തി ഉമ്മകൾ നൽകി താരാട്ടുകൾ പാടി രാവുകൾ പകലാക്കി കഷ്ടങ്ങളേറ്റി ഒരുപാട് രാത്രികൾ മക്കൾക്ക് വേണ്ടി ഉരുകി ഒലിക്കുന്ന മനസ്സുമായി നിങ്ങൾ ഒരുപാട് കാലം കാത്തു നിന്നിട്ട്. അതൊക്കെ പറഞ്ഞ് മക്കളോടൊരു 5-6 മിനിറ്റ് സംസാരിച്ചുള്ളൂ. ഞാൻ അവരെ ചീത്ത പറഞ്ഞില്ല, ഗുണദോഷിച്ചത് പോലുമില്ല. പക്ഷേ ഇറങ്ങി പോരാൻ നേരത്ത് അവര് പറഞ്ഞു, സാറേ പോവല്ലേ, ഒരു 2 മിനിറ്റ് കൂടി സംസാരിക്കും. എന്റെ അധ്യാപന ജീവിതത്തിൽ അൽ ഫാറൂഖിൽ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് വേഷങ്ങളിൽ ഞാൻ അധ്യാപകനായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ മനോഹരമായ മുഹൂർത്തം എന്ന് ഞാൻ പറയുന്നത് ആ മക്കൾ എന്നോട് സാറേ പോവല്ലേ 2 മിനിറ്റ് കൂടി സംസാരിച്ചു പോ എന്ന് പറഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ എപ്പോഴും വേണ്ടത് തന്നെ കേൾക്കുന്ന കുട്ടികളാണ്, തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മക്കളാണ്. 4ാം ക്ലാസ്സിലെ മക്കൾക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കോ. ജസ്റ്റ് ഗിവ് ദം എ ബിഗ് ക്ലാപ്പ് മൈ ഡിയർ പാരന്റ്സ്. അവസാനിപ്പിക്കുകയാണ്. സമയം 8 മിനിറ്റ് ആകുന്നു. എനിഹാവ് ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, സപ്ലിമെന്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഈ സപ്ലിമെന്റിൽ എല്ലാം ഉണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.